മഹീന്ദ്ര എ ക്ലാസിക് വെഹിക്കിൾ മെയ്ഡ് ഫ്രം ഇന്ത്യ. വളരെയധികം കാലമായി നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ കണ്ടുവരുന്ന വണ്ടികളാണ് മഹീന്ദ്രയുടെ ജീപ്പുകൾ. അവയുടെ രൂപത്തിലും ഭാവത്തിലും ഒരുപാടധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ഡിസൈൻ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ടാണ് അവരെല്ലാം മാനുഫാക്ചറിങ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് മഹീന്ദ്ര ജീപ്പ്. ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1946 നമുക്ക് പോകേണ്ടി വരും. അന്ന് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയം. അന്ന് US ഗവൺമെന്റിന് വേണ്ടി ഫോർഡും അതുപോലെ തന്നെ ജീപ്പ് എന്ന കമ്പനിയും ഉണ്ടാക്കിയ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചൊരു ഡിസൈനാണ് ഈ ജീപ്പിന്റെ ഡിസൈൻ. അന്ന് എല്ലാ ടെറൈൻസിലും പോകാനായിട്ട് US ആർമിക്ക് ഒരു വെഹിക്കിൾ വേണം. അതിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു മോഡല്. മഹീന്ദ്ര പിന്നീട് ഈ ജീപ്പിന്റെ ലൈസൻസ് എടുത്ത് പേറ്റന്റ് എടുത്ത് അവർ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മുടെ ഇന്ത്യയിൽ അന്ന് തൊട്ട് ഒരു 1980s ഒക്കെ തൊട്ട് ഈ ഡിസൈൻ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് മുന്നേ മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി 1995 മോഡല് ഒരു ജീപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-29 വർഷമായിട്ട് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ 29 വർഷം ഇതിനെ ഓടിച്ച് കൊണ്ട് നടന്ന് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്നെക്കാളും കൂടുതൽ ഡീറ്റെയിൽസും ഇതിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഇതിൻ്റെ ഓണറിനാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഓണറും എൻ്റെ ഫ്രണ്ടുമായ ശ്രീനികേത് ബ്രോനെ ക്ഷണിക്കാം. ഹായ് ഹായ്. ആദ്യം ബ്രോനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ പ്രേക്ഷകർക്ക്. എൻ്റെ പേര് ശ്രീനികേത് എന്നാണ്. ഞാൻ ഇപ്പോൾ ബിടെക് പഠിക്കുക, മെക്കാനിക്കൽ തന്നെ പഠിക്കണം. എവിടെ? വിദ്യ. ഇപ്പോൾ തേർഡ് ഇയർ ആയി. അപ്പോൾ മെക്കാനിക്കൽ വണ്ടി ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിൽ തന്നെയാണ് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ വണ്ടികളോട് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും പോലെ നമുക്കുണ്ട്. ഏറ്റവും ആദ്യം ചോദിക്കാള് ഈ വണ്ടി, അതായത് നമ്മുടെ ജനറേഷൻ, ഇപ്പം ഞാനും തേർഡ് ഇയർ തന്നെയാണ് ബിടെക് പഠിക്കുന്നത്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ഏജ് അനുസരിച്ച് ജീപ്പ് ഒന്നും ഒരു കോൺസെപ്റ്റ് ആവില്ല എല്ലാവർക്കും വരാം. ഒരു സെഡാൻ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്ക്, നമ്മുടെ പോളോ GT പോലെ അങ്ങനത്തെ ഒരു മോഡൽ എടുക്കാനായിരിക്കും മിക്ക ആൾക്കാർക്കും ആഗ്രഹം. ബട്ട് ബ്രോ ചൂസ് ചെയ്ത ജീപ്പാണ്. എന്തുകൊണ്ട് ഈ ഒരു മോഡൽ ജീപ്പ് സെലക്ട് ചെയ്തു? ഇത് ഞാൻ ചൂസ് ചെയ്തതല്ല, അതാ മെയിൻ കാര്യം. വണ്ടി എടുത്തത് ചേട്ടൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അപ്പോൾ കൺസെപ്റ്റ് മാറി. നമ്മുടെ കോൺസെപ്റ്റ് അല്ല, പക്ഷെ നമുക്ക് പിന്നെ ഇഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ ചേട്ടന് ഇഷ്ടപോലെ എടുത്തുള്ളൂ. ചേട്ടൻ വളരെ പണിതുള്ള സംഭവം. ആളിപ്പോൾ നാട്ടിലെത്താനാണ് ഞാൻ വന്നത്. അപ്പോൾ ചേട്ടൻ എടുത്ത് പണിതാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഏതൊരു സ്ഥിതിയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ? കിട്ടിയപ്പോൾ വണ്ടി കാണാൻ ഇങ്ങനെയല്ലായിരുന്നു. പഴയ ഫോട്ടോ കണ്ടാൽ ഞാൻ മനസ്സിലാവില്ല വണ്ടിയായിരുന്നു. പഴയ ഫോട്ടോ കയ്യിലുണ്ടോ? ഞാൻ ഞാൻ ഇത് അതിൽ ആഡ് ചെയ്യാം. അതിപ്പോ സംഭവം RC ഗ്രേ ആണ്. അന്ന് കൊണ്ടുവരുമ്പോ നമ്മൾ കറക്റ്റ് ഗ്രേ തന്നെ ആയിരുന്നു. സാധാരണ ജീപ്പ് കാണില്ലേ ആ ഗ്രേ. പക്ഷെ ഇപ്പൊ അടിച്ചുള്ളത് മെറ്റാലിക് ഗ്രേ ആണ്. നമുക്ക് വിഷയം ഉണ്ടായിട്ടില്ല. നമ്മളൊരു ടെസ്റ്റ് നമ്മൾ ഇതിനെ കൊണ്ടുപോയില്ല, കളറിൽ തന്നെ വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെന്തുറ്റ വണ്ടി ഇങ്ങനെ തട്ടുമ്പോ ഇങ്ങനെ നമ്മൾ പൊടിഞ്ഞു വരുമ്പോ 95 മോഡലല്ലേ, 29 വർഷം കൈകൾ കുറെ മറിഞ്ഞു വന്നുള്ള വണ്ടി. ഓണർഷിപ്പ് ഒരു 3 മാറി ഉണ്ടാവും. 4th ഓണറാണ്. വണ്ടി കണ്ടില്ലേ, ഇടുക്കി വണ്ടിയാ. പക്ഷെ നമ്മൾ എടുത്തത് പട്ടാമ്പിന്നാ. അപ്പോ മനസ്സിലായില്ലേ, കായൽ കുറെ മറിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നു. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ പണിത് ഇറക്കിയത്? നമ്മുടെ ഈ തൃശ്ശൂരിൽ തന്നെയാണോ? നമ്മുടെ അടുത്ത് തന്നെയാ. നമ്മുടെ മെയിൻ പണി ഫുൾ വർക്ക്, ബോഡി മാറ്റിയതും പെയിന്റിങ്ങും എല്ലാം നമ്മള് തളിക്കൊള്ളുന്നതുള്ളു. പിന്നെ നമ്മള് മാറി പണിതുണ്ട്. പിന്നെ എന്താ നമ്മള് നമ്മുടെ സ്നോർക്കൽ വെച്ചത് നമ്മൾ കാഞ്ഞാണി വെച്ചുള്ളൂ. കാഞ്ഞാണി KMW എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് മാറ്റിയത് മുണ്ടൂരുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് കയറി പണിയാണ് നമ്മള്. പിന്നെ ഈ വണ്ടി കണ്ടറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ലോഡ് ചെയ്ത് ഉള്ളൊരു വണ്ടിയാണ്. മോഡ് ചെയ്ത് ഇതാണ്. അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് എന്തൊക്കെ ഇതിൽ ആദ്യം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ മാറ്റിയിട്ടുള്ളത്? നമ്മൾ മെയിൻലി ഇത് വെച്ചാൽ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ടയറാണ്. പിന്നെ നമ്മൾ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ലിഫ്റ്റ് കയറ്റിയിട്ടുണ്ട്, 2 ഇഞ്ച് 3 ഇഞ്ച് ലിഫ്റ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ലീഫ് ഇത്ര കൂടുതലായിരുന്നു. ലീഫ് കൂടുതലായിരുന്നു. നമുക്കൊരു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മളൊരു 3-4 ലീഫ് എടുത്ത് കളഞ്ഞല്ലായിരുന്നു.
അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആൾക്കാരില്ലാണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഉള്ളിൽ അടി ഉണ്ടാവും, കംഫേർട്ട് ഉണ്ടാവില്ല, ബോഡി റോൾ പോലെ അതുണ്ടാവും. കുയില് അടിച്ചു വീഴും കുയിലേക്ക്. നമുക്ക് ഇപ്പൊ അത് ശീലമായി. എന്നാലും ഇപ്പൊ ബാക്കിയുള്ളവർ ഇപ്പൊ നിങ്ങൾക്കായാലും പെട്ടെന്ന് ശീലം ഇല്ല, എളുപ്പമല്ല. നമ്മള് ലീഫ് മാറ്റി ഷോക്ക് കയറ്റി. നമ്മളിപ്പോ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സാധാരണ ഷോക്കായിരുന്നു. നമ്മള് പ്രൊഫൻഡറിന്റെ കയറ്റി. ഇതിപ്പോ റീസെന്റ് എടുത്തിട്ടുള്ളൂ നമ്മളത്. അതായത് നമുക്ക് അതിന്റെ ഒരു ഇതുണ്ടാവും വണ്ടി. റീസെന്റ് എത്ര നാളായപ്പോ ഈ ഷോക്ക് രണ്ടാഴ്ച ആയിട്ടുള്ളൂ. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മള് ലീഫിന്റെ എണ്ണം കുറച്ചുണ്ട്. എത്ര ലീഫ് ഉണ്ടായിരുന്നു? നമ്മളിപ്പോ ഇതിനായിട്ടൊരു 3 കൂടുതലുണ്ടാവും. 3 കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇത് കയറ്റുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓടിക്കുമ്പോ അറിയാം. 95 മോഡൽ എന്ന് പറഞ്ഞാൽ ബെഞ്ച് സീറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ? അല്ല, ഇതുപോലെ 95 മോഡൽ അന്നും ഇതേപോലെ തന്നെയായിരുന്നു, ബക്കറ്റ് സീറ്റിലായിരുന്നു. നമ്മൾ എടുക്കുമ്പോ നമുക്ക് നമ്മള് സീറ്റ് മാറ്റിയിട്ടില്ല, നമ്മള് ലെതർ അടിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ സീറ്റ് കിട്ടുമ്പോ തന്നെ ഇങ്ങനെ ബക്കറ്റ് സീറ്റായിരുന്നു നമുക്ക്. പിന്നെ ഗിയർ നോബൊക്കെ നമ്മള് സാധാരണ റൗണ്ട് ആയിരുന്നു, മാറ്റിയതാണ്. പിന്നെ അത് നമ്മുടെ ഇന്നാളൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, MVD കുപ്പി കമ്പനി ചെയ്യണ ആ ഒരു ഇതുപോലെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഗിയറിന്റെ ഇതെല്ലാം ഊരി മാറ്റിയിട്ട് ഗിയറിന് ഇത് ഫാഷൻ വെച്ചേക്കോ, ഒരു കുപ്പിയാ മറ്റോ ആ കമത്തി വെച്ചേക്കുന്നത്. അതുപോലെ ഈ ബോഡി ഞാൻ പറഞ്ഞു തൊടുമയ്ക്കും ബോഡി, അപ്പൊ അത് പുതിയത് മാറ്റി വെച്ചാണ്. നമ്മള് പുതിയ ബോഡി ഓർഡർ ചെയ്ത് നമ്മള് നമ്മള് ബോംബെന്ന് വർക്ക്ഷോപ്പ് വഴി കണക്ഷൻ എടുത്ത് നമ്മള്. അന്ന് പിന്നെ കൊറോണ കാരണം ബോഡിക്ക് ഭയങ്കര ലാഗ് വരാനായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ലാഗായിട്ടുണ്ട്. ഈ ബോഡിക്ക് നമ്മള് സാധാരണ ജീപ്പിനായിട്ടും ബോഡിക്ക് നീളമുണ്ട്. അത് ഞാൻ ഒരു താറിന്റെ നല്ലത് നീളമുണ്ട് തോന്നിച്ചു. നമ്മള് സാധാരണ കുറച്ചും നീളമുള്ള ബോഡിയാ, അതൊരു വെറൈറ്റി ഉണ്ട്, നീളം കൂടുതലുണ്ട് വണ്ടിക്ക്. അത് നല്ല ഭയങ്കര സാധാ ജീപ്പിനാണ് ഭയങ്കര വലിപ്പം തോന്നിക്കുന്നുണ്ട്. ഒരു താറൊക്കെ നമ്മള് 2010 ഇറങ്ങിയ ഒരു താറിന്റെ മോഡൽ, ആ ഒരു മോഡല് ആയിട്ട് തോന്നിച്ചായിരുന്നു. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചു. അതുപോലെ എലോയ്സ് ഇത് കിട്ടിയപ്പോ നമുക്ക് സാധാരണ ജീപ്പിന്റെ ഏതാണോ ടയർ വീലായാലും അങ്ങനെയായിരുന്നു. നമ്മളിപ്പോ എലോയിന്ന് പറയില്ലെന്ന് തോന്നുന്നു, റിമ്മെന്ന് പറയുള്ളൂ. പിന്നെ എലോയിന്ന് പറയാറായിട്ടില്ല. നമ്മളിത് നമ്മുടെ ഗ്രൂപ്പിന് എടുത്തുള്ളതാ, ഡോക്ടറിന്റെ ഡോക്ടർ. നമുക്കപ്പോ ആളെടുത്തിട്ട് നമുക്ക് ഈ ഹെയർസ് ഉണ്ടാവില്ലേ, അതുവരെ പോയിണ്ടായിരുന്നില്ല ടയറിന്റെ, അങ്ങനെ കിട്ടിയതാ. ടയർ അടക്കം രണ്ടും കൂടി ഒരുമിച്ച് ആളുടെ ഒരു ജിപ്സി ആയിരുന്നു, അതിന്റെ വീലത്. അപ്പോ ഈ 4+1 നമ്മുടെ സ്റ്റെപ്പിന് അടക്കാണ് എടുത്തിണ്ടാവുക അല്ലേ? അപ്പൊ ഈ 5 എണ്ണത്തിനും കൂടി എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും? സംഭവം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് പോകും. പക്ഷെ നമ്മൾ പരിചയത്തിന് എടുത്ത കാരണവും പിന്നെ നമ്മുടെ ഡോക്ടറായാലും ഒരു പറയണ്ട ഒരു 70 കിട്ടും എല്ലാം കൂടി. ഓക്കെ. പിന്നെ നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലേക്ക് വരാന്ന് വെച്ചാൽ ഇതില് നമ്മുടെ ഹെഡ്ലൈറ്റ്സ് മാറ്റിയിട്ടുണ്ട്, നമ്മുടെ അവിടെ ഒരു ബാർ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, പിന്നെ സ്നോർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂടി ഇത് മേടിച്ചപ്പോൾ തന്നെ ചെയ്തതാണോ? അല്ല, നമ്മളിതെല്ലാം ഒറ്റടി മാറ്റിയതാ. നമ്മള് ഇതെല്ലാം ഒരു ഓൺലൈൻ ഷോപ്പ് എടുത്തതാ. നമ്മള് പറഞ്ഞ 5 വർഷം മുന്നാണ്, 2019 ടൈമിലാണ് ഈ വണ്ടി എടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ടൈമിലാണ് നമ്മൾ ലൈറ്റ് കയറ്റി ഉണ്ടായിരുന്നു. നമ്മള് പണി കഴിഞ്ഞിട്ടാണ് കയറ്റിയതല്ല, എല്ലാം പണി കഴിഞ്ഞിട്ടാണ്. സാധാരണ ഹൈലോജൻ ലൈറ്റ് ആയിരുന്നു. അതിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കാലക്രമേണ കുറയുന്നു, അല്ലാണ്ട് എടുക്കുമ്പോ സൂപ്പർ ആയിരുന്നു. മാറാറായിട്ട് എന്തായാലും ഇത് വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായപ്പോ? 5 കൊല്ലം ആയിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ എടുത്ത ടൈമിൽ തന്നെ ഫുള്ള് പണി എടുത്തിട്ട് നമ്മൾ കയറ്റി. നമ്മൾ ആദ്യം നമ്മള് വാങ്ങിച്ചിട്ട് ടയർ മാറി അങ്ങനെ കുറച്ച് ഓടിയുണ്ട്. പിന്നെ നമ്മൾ വർക്കിന് കയറ്റിയത് നമ്മള് ബോഡി അവിടെ നിന്ന് വരുത്തിച്ചു, ബോഡി മാറ്റി ബാക്കി പണിയൊക്കെ ചെയ്ത് നമ്മള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. സ്നോർക്കിൾ ചെയ്തു ആ ടൈമിൽ തന്നെ ആയിരിക്കും. സ്നോർക്കിൾ നമ്മള് രണ്ടാമത്തെ ഘട്ടമായിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്തുള്ള. നമ്മളിപ്പോ ഇതിനെ മോഡിഫൈ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇത്ര അധികം ലോഡ് ചെയ്ത വണ്ടിയാണ്, ഇതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെയിൻ്റെനൻസ് ഉണ്ട്, പഴയ വണ്ടിയാണല്ലോ, മെയിൻ്റെനൻസ് ഉണ്ടാവും നമുക്ക്. മെയിനായിട്ട് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് വരുള്ളൂ പ്രശ്നങ്ങൾ. കഴിഞ്ഞ വട്ടം നമ്മൾ ഉറുമ്പിക്കര പോയിണ്ടായിരുന്നു, അപ്പൊ അന്ന് നമുക്ക് ഇത് തട്ടിപ്പൊട്ടികളാണ് അങ്ങനത്തെ. പിന്നെ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ല, നമുക്ക് ഗ്രീസ് അടിച്ച് കൊണ്ടുവന്നാൽ മതി. മെയിനായിട്ട് നമ്മുടെ ഈ ഓയിൽ ചേഞ്ചിന്റെ ഇതൊക്കെ 95 മോഡൽ വണ്ടിയാണ്, ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? ഓയിൽ ചേഞ്ച് നമ്മളിപ്പോ മാറി, നമ്മള് വർക്ക്ഷോപ്പ് കയറ്റിയപ്പോ മാറി.
നമ്മളൊരു 3 വട്ടം മാറി ഉണ്ടാവും ഇപ്പോൾ എടുത്തിട്ട്. നമുക്ക് 10,000 കിലോമീറ്ററിലാണോ മാറുന്നത്? നമ്മുടെ വണ്ടിക്ക് ഓട്ടം കുറവാണ് മെയിനായിട്ട്. നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. നമ്മൾ ഓട്ടം കുറവായ കാരണം നമുക്ക് മാറേണ്ട ഇതും കുറവാണ്. പക്ഷെ അവിടെ നോക്കും നമ്മൾ എന്തെങ്കിലും എന്താന്നൊക്കെ നോക്കും. ഇപ്പോൾ മാറാറില്ല. മാറാനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് ആവും? 5 ലിറ്ററാണല്ലോ മാറേണ്ടത് നമുക്ക്. 2000 റേഞ്ച് നമ്മള് പരിചയക്കാരായ നമുക്ക് പണിക്കാശെല്ലാം കൂടി 2000 ഒതുങ്ങും. ഓക്കെ. നമ്മളിപ്പോ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വീഡിയോ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ പ്രോസ് ആൻഡ് കോൺസ്, അതായത് ഗുണങ്ങളും ദോഷങ്ങളും. നമ്മൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ അതിന് നല്ല സൈഡ് ഉണ്ടാവും, ഒരു ബാഡ് സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ഏറ്റവും ആദ്യം നമ്മൾ എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരും എന്നാണ് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഇത്ര ഫണ്ട് നമ്മൾ മാറ്റി വെക്കണം ഇതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരും, അതുപോലെ തന്നെ എന്തുകൊണ്ടൊക്കെയാണ് ഇത് നല്ലത്, ആ ഒരു നല്ല സൈഡും ഒരു പൊട്ട സൈഡാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നല്ല സൈഡിൽ നിന്ന് തുടങ്ങാം. നല്ല സൈഡ് നമുക്കിപ്പോൾ ഇതിൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ, കാരണം നമ്മുടെ ഒരു വൈബിന് മാച്ചാണ് വണ്ടി. ഇപ്പോൾ കംഫർട്ടാണ് ഞാൻ പറയാം, നമുക്ക് കംഫർട്ട് ആവും, നമ്മൾ ശീലമായി നമുക്ക്. പക്ഷെ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ കയറി കഴിഞ്ഞാൽ ആകെ കാറ്റും ബഹളവും കുലുങ്ങും അത് താല്പര്യം ഉണ്ടായിരിക്കാൻ. കുറെ പേർക്ക് ഇരുന്നിട്ട് പിന്നെ വേറെ വണ്ടി കയറിയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മള് പിള്ളേർ മാത്രം ഉണ്ടാവുള്ളൂ, അവർക്ക് പറ്റാ. അപ്പോൾ ഗുണങ്ങൾ എന്ന് പറയാൻ അത് മാത്രമാണ് നമുക്ക് ഒരു സന്തോഷം. എല്ലാവരും വണ്ടി എടുക്കുന്നത് സന്തോഷത്തിന്. ഇങ്ങനത്തെ വണ്ടി ഇതെന്തായാലും ഒരു സെക്കൻഡറി വെഹിക്കിൾ ആയിരിക്കുമല്ലോ. നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നോക്കിയെടുത്തതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ വീട്ടില് നമുക്കിത് എന്തും ചെയ്യാം. അപ്പൊ നമുക്ക് പറമ്പിൽ കൊണ്ടുപോയി തേങ്ങ കൊണ്ടുവരാൻ ഒരു കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് യൂട്ടിലിറ്റിക്ക് വേണ്ടി എന്തായാലും വീട്ടിലൊരു സെക്കൻഡറി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയ ആ ഒരു ഇതിന് തന്നെ ആയിരിക്കും എല്ലാവരും എടുക്കണ്ടാവുക. ഇതിന്റെ എന്തൊക്കെയാണ് ബാക്ക് സൈഡ് തോന്നിയിട്ടുള്ളത്? ബാക്ക് സൈഡ് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ഓടിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഹാൻഡിലിങ് ഒരു പ്ലേ ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ പ്ലേ ഇല്ല, നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്മൂത്തായി. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഒരു വിഷയം തന്നെയാണ് ഓടിക്കുമ്പോൾ. പിന്നെ എല്ലാവർക്കും ഓടിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അത് കിട്ടാൻ കുറച്ച് പാടാ. പിന്നെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എടുത്തു കഴിഞ്ഞിട്ട്? കംപ്ലൈൻറ്റ് നമുക്ക് വണ്ടി ഫുൾ മെക്കാനിക്കലാണല്ലോ, അപ്പം അതിൻ്റെ വിഷയങ്ങളുണ്ടാവും. ഒരു വട്ടം നമ്മുടെ സ്റ്റിയറിംഗ് റോഡ് പൊട്ടിയിട്ട് ഇത് ഇങ്ങനെ കിടന്നുണ്ട് ഫ്രണ്ടില്, അങ്ങനൊക്കെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സ് നമ്മൾ പണിത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ മാത്രമേ വീണുള്ളൂ, അല്ല ഗിയർ ഇടുമ്പോൾ റോഡിൽ വെച്ചിട്ട്, അങ്ങനത്തെ അതുണ്ടാവും. വണ്ടി ആകുമ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നെ എൻജിൻ പരമായിട്ട് ഇല്ല, എൻജിൻ കുഴപ്പമൊന്നും അറിയില്ല നമുക്ക് ഇതിലേട്ടാ, അതിൽ സെറ്റാ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് 95 മോഡല് ജീപ്പ് എന്ന് പറയുമ്പോൾ നല്ല പവർ സ്റ്റിയറിംഗ് ആയിരിക്കില്ല. ഇതില് പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തെന്ന് തോന്നുന്നു. അതിന്റെ ഒരു മൊഡ്യൂൾ ഞാൻ കണ്ടു. നമ്മള് എടുക്കുമ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. നമുക്ക് സുമോലായിരുന്നു സുമോലെ. നമുക്കതൊരു കംഫർട്ടിന് വേണ്ടി നമ്മൾ മാറ്റിയതാണ്. അത് ബെൻസിന്റെ കയറ്റിട്ടുണ്ട്. ബെൻസിന്റെ വെച്ചിട്ടുണ്ട്. എത്ര നാളെ ഈ ബെൻസിന്റെ ഇത് കയറ്റിട്ട്? 2 ആഴ്ച. അതെ, നമ്മള് ഈ പവർ സ്റ്റിയറിംഗും സസ്പെൻഷനൊക്കെ ഒരുമിച്ച് മാറിയതാണ്. ഓക്കെ. ആദ്യം സുമോല ഇരുന്നായിരുന്നു, ഈ ഭാഗത്ത് ഇരുന്നായിരുന്നു നമുക്ക്. അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് റോഡ് വന്നിരുന്നത് ഇതുകൂടെ വന്നിരുന്നു, ഒരു ഹോൾ ഉണ്ടായിരുന്നു. നമ്മൾ താഴ്ത്തി ആയാലും റോഡിന്റെ വരവ് നമ്മൾ വേറെ വഴി മാറ്റി. ഓക്കെ. നമ്മളിവിടെ കൂട്ടിട്ടടച്ച് റീപെയിന്റ് ചെയ്ത് നമ്മളിവിടെ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ കുറെ നമ്മുടെ ലൈറ്റ്സിന്റെ അല്ല, നമ്മുടെ ഹോണിന്റെ ആയിരുന്നു. ഹോണിന്റെ ഹോൺ നമ്മൾ ഇവിടെ ചേർന്ന് ചേർന്ന്. അപ്പൊ ഇത് താഴ്ത്തിക്ക് പോയ സ്ഥിതിക്ക് നമ്മളിവിടെ പ്ലെയിൻ ആയല്ലോ, നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ബോൾ വെച്ചു. ഓക്കെ. ഇതിന്റെ ഗിയർ ബോക്സ് 3+1 ആണോ അതോ മാറ്റിയുണ്ടോ? അതിന് ഗിയർ ബോക്സ് എടുക്കുമ്പോ 3+1 ആയിരുന്നു. 2009 മേടിക്കുമ്പോൾ 3+1 ആയിരുന്നു. പിന്നെ നമ്മള് മാറ്റിയതാണ്, നമ്മളിപ്പോ 4+1 ആയി. അപ്പോ സാധാ നമ്മൾ ഇപ്പോൾ ഉള്ള കാസിന്റെ പോലെ തന്നെയാണ് ഗിയർ ഷിഫ്റ്റിംഗ്. ഫസ്റ്റ് പണ്ടത്തെ 3+1 ആയിരുന്നപ്പോ നമ്മള് ഫസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ റിവേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് അങ്ങനെയായിരുന്നു. നമ്മൾ സാധാരണ പോലെ ഫസ്റ്റ് തന്നെ സെക്കൻഡ് അങ്ങനെ പോകും. അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഇതൊക്കെ മാറ്റി. അപ്പോൾ ഈ പവർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു മാറ്റിയെന്ന് പറഞ്ഞത്? നമ്മുടെ സസ്പെൻഷൻ ഇതൊക്കെ കൂടി മാറ്റാനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് ആയിരുന്നു? ഇപ്പൊ ഈ വർക്കിൽ ഇപ്പൊ ഒരു 1.5 അടുത്തായി. അപ്പൊ ഏകദേശം നല്ല രീതിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. ടോട്ടലി മോഡിഫൈ ചെയ്യാനായിട്ട് ഇതും കൂട്ടിയിട്ട് എത്രയുണ്ടാവും? നമ്മള് വണ്ടി എടുത്തത് അടക്കാണെങ്കിൽ ഒരു ഇതും കൂട്ടിയൊരു 4 ലക്ഷം. അപ്പോൾ നമുക്കൊരു ഹോണ്ടയുടെ എക്കോഡ് ആ ഒരു റേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഇപ്പോഴത്തെ ഒരു വോക്സ് പോളൊക്കെ എടുക്കാനുള്ള റേറ്റ് നമ്മൾ ഈ വണ്ടിയിൽ
പണിത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ളത് കാണാണ്ട് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളിപ്പോ വന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചാണ് ഒരുപാട് ആൾക്കാർ പോകുന്ന നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റോഡ് പ്രസൻസ്, അതായത് നമ്മളിപ്പോ ഒരു പോളോ എടുത്ത് പണിതാലും ചിലപ്പോൾ ഈ ഒരു ഇതിന്റെ ഒരു റോഡ് പ്രസൻസ് കിട്ടില്ല. അതായത് പോളോക്ക് ഇപ്പൊ നമ്മളെല്ലായിടത്തും പോളോ നല്ല അല്ലാതെ പറയുന്നത് അതിന് നല്ല വണ്ടിയാണ്. പക്ഷെ ഇത് റെയർ വണ്ടി ആയതുകൊണ്ട് രണ്ട് എക്സ്ട്രീമാണ്. ഇത് റെയർ വണ്ടി അധികം കാണാനായിട്ട് ഇങ്ങനത്തെ ഇതേപോലെ മോഡിഫൈ ചെയ്ത് ഭയങ്കര പോളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 വർഷം നമ്മുടെ ഈ ഭാഗത്ത് ജീപ്പിന്റെ ആവശ്യമില്ലാക്കി പറഞ്ഞ ഹൈ റേഞ്ച് നമ്മുടെ ഈ ഭാഗത്ത് ജീപ്പ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങനെ ജീപ്പുകളുണ്ട്, എന്നാൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഹാച്ച് ബാക്ക് സൈഡ് വെച്ച് നോക്കുമ്പോൾ ജീപ്പുകളുടെ എണ്ണം കുറവാണ്. വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് നമ്മള് 4x4 നമ്മള് നോക്കിയെടുത്ത് തന്നെയാ. ഈ എവിടേക്ക് വെച്ചപ്പോ നമ്മുടെ ഈ ഭാഗത്ത് പറഞ്ഞപ്പോ അവർക്ക് എന്തിനാ അവിടെ 4x4 ആവശ്യം ചോദിക്കണവര്. അത് നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് എടുത്തു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ വരുമ്പോൾ ഒരുപാടധികം ആൾക്കാർ നോക്കുന്നു. എല്ലാവരും ഒരു വേറൊരു വണ്ടി കണ്ട ഭയങ്കര അതിശയത്തിലാണ് നോക്കുന്നത്. അത് ടയറും ഒരു റോഡ് പ്രസൻസ് വേറെ തന്നെയായിരുന്നു. അത് നമ്മളിപ്പോൾ പ്രോസും കോൺസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ പാർട്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? പാർട്സ് നമുക്ക് പാർട്സ് കിട്ടും. ഓക്കെ, അത് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് മെയിനായിട്ട് ചോദിക്കാൻ പറഞ്ഞത്. അതായത് 90-95 മോഡലായതുകൊണ്ട് പലരുടെ വിചാരം പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ലാൻസർ എടുത്ത് അതിൻ്റെ ക്ലച്ചിൻ്റെ ചെറിയ പാർട്സ് ഒക്കെ കിട്ടാണ്ട് വണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു 90-95 മോഡലല്ലേ, പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും, അതെന്തായാലും നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചോദിച്ചത്. അപ്പോൾ പാർട്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് വഴികളുണ്ട്. ഗ്രൂപ്പുകളിൽ ചോദിക്കാം, ഷോറൂമിൽ ചോദിക്കാം, സ്പെയർ പാർട്സ് കട കിട്ടും. നമ്മൾ അറിഞ്ഞാൽ കിട്ടും. ഇനി ഏതെങ്കിലും പാർട്സ് കിട്ടാതെ വരാണെങ്കിൽ അത് പുറത്തുനിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്താണ് ചെയ്യുക. നമ്മൾ ബോഡി നമ്മൾ ബോംബെ നിർത്തിയുള്ളതാണ്. അപ്പോൾ അതിനുള്ള എത്ര ദിവസം എടുക്കും അങ്ങനെ വരാനും കാര്യങ്ങളൊക്കെ ആയിട്ട്? നമ്മുടെ ബോഡി എടുത്ത് നമ്മൾ കൊറോണ സമയത്താണ് അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നല്ലോ, അതിനൊരു ലാഗ് ഉണ്ടാവും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ലാഗും നമുക്ക് ഒരു 5 ദിവസം 10 ദിവസം മാക്സിമം അല്ലേ. കുറെ പേര് പാർട്സിന്റെ അവൈലബിലിറ്റി കാരണം ഇങ്ങനത്തെ പഴയ വണ്ടികൾ എടുക്കാണ്ട് പോകുന്നുണ്ട്. അത് മെയിനായിട്ട് വണ്ടികളുടെ ബ്രാൻഡ് നമ്മൾ മഹീന്ദ്ര കാരണം ഇന്ത്യൻ കമ്പനി ആണല്ലോ, ഇന്ത്യൻ. അപ്പോ മഹീന്ദ്രയുടെ ഷോറൂമിൽ പോയാലും അത്യാവശ്യം കിട്ടും. അതുപോലെ തന്നെ ഏത് വണ്ടിയുടെ പാർട്സ് ആണെങ്കിലും ഈ വണ്ടിയിൽ വെക്കാൻ പറ്റുന്നുണ്ട്. മെക്കാനിക്കൽ സൈഡ് മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വണ്ടി ഇതില്ലല്ലോ, സെൻസസ്. അപ്പൊ നമുക്ക് വെക്കാം. അപ്പൊ നമ്മുടെ പവർ സ്റ്റിയറിംഗ് സുമോലായിരുന്നു, ഇപ്പൊ ബെൻസാക്കി, അങ്ങനെ കുറെ മാറി ഏതാണെങ്കിലും നമ്മൾ സ്യൂട്ട് ആവുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ ഒരു വണ്ടി. പിന്നെ എല്ലാവരും ചോദിക്കാനായിട്ട്, അതായത് പ്രത്യേകിച്ച് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും, അതിപ്പോൾ നമ്മളൊരു മെക്ലറൻ കാർ കൊണ്ടുവന്നാലും അവരെ ഏറ്റവും ചോദിക്കുക എത്ര മൈലേജ് കിട്ടുന്നതാണ്. ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ്, ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? മൈലേജാ സത്യം നമ്മുടെ മൈലേജ് നോക്കിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മള് അടിക്കുന്നു. അതെ, നമ്മള് അത് നോക്കാല്ലോ. നമ്മളത് നോക്കിയ പിന്നെ നമ്മളത് നോക്കി വണ്ടി എടുത്ത് പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പണിതിട്ട് നമ്മള് ഹൈവേയിൽ നോക്കിയിട്ടില്ല. ഇല്ല, നമ്മള് പോവാണെങ്കിൽ നമ്മള് അടിച്ചിടും. നമ്മള് പോവാണത് മെയിനായിട്ട് നമ്മള് ഹൈ റേഞ്ചിലേക്ക് പോയി ഇവിടെ അത് കണ്ടോ മീറ്റപ്പ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യാനുകളിൽ വാങ്ങിച്ചു വെക്കും വണ്ടിയിൽ. കഴിയുമ്പോ അടിക്കുക, അതന്നെ അത്രേ. മൈലേജ് എങ്ങനെ പോയാലും ഒരു 8-10 ഒക്കെ അത് കിട്ടും, എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. ഹൈവേയിലാണ് ഒരു 13. ഹൈവേയിൽ നമ്മള് മെയിനായിട്ട് പോവാറില്ല. ഹൈവേയിൽ നമ്മള് പോകണമെങ്കിൽ നമ്മള് ഇടയ്ക്കൂടെ പോകാറുള്ളൂ. ഓക്കെ, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഫുള്ള് മെറ്റലാണല്ലോ, ഇതിലുള്ള ഫുള്ള് ഡാഷ് ഫുള്ള് മെറ്റലാണ്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ മീറ്റേഴ്സായിട്ട് 5 മീറ്റേഴ്സ് വരുന്നുണ്ട്. മെയിനായിട്ടൊരു വലിയൊരു സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഗേജ്, പിന്നെ ആംബിയർ ഗേജില്ലേ, ആംബിയർ, പിന്നെ ഇത് ടെമ്പറേച്ചർ ഗേജ്, പിന്നെ നമ്മളെ ഓയിലിൻ്റെ ഗേജ്. അങ്ങനെ മെയിനായിട്ട് ഫ്യൂവൽ അങ്ങനെ മെയിനായിട്ട് 5 ഗേജസ് ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ എക്സ്റ്റേണൽ ചെയ്താണ് ഇതും ഈ പ്രാവശ്യം നമ്മൾ മാറ്റി സ്റ്റിയറിംഗിന്റെ ഇതൊക്കെ മാറ്റിയപ്പോൾ ഫസ്റ്റ് മേടിച്ചപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗിയർ നോബ് ഞാൻ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിയർ നോബ് മാറ്റി. അത് ഇതിനോടുള്ളൊരു ആ ടൈമിൽ എനിക്ക് തോന്നി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ കാണുന്ന മിക്ക ബസ് നമ്മൾ കൊമ്പനിലൊക്കെ അങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഈ വണ്ടിക്കും കാറിന് വെച്ചു ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇത്. പിന്നെ ഇതിന്റെ ഉള്ളില് പറയാൻ ഇത് ഹൈ അല്ലേ, ഇത് ഹൈയും ലോഡി. അപ്പോ 2 ഹൈ 2 ലോ അങ്ങനെ അങ്ങനല്ലേ വരുന്നത്.
നമുക്ക് ഒറ്റ നമ്മള് ആദ്യത്തെ ഗിയർ ബോക്സ് മാറിയില്ല നമ്മള് നമ്മള് ഫോറിന്റെ ഗിയർ മാറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ പോസ്റ്റർ മാറിയിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് നമ്മള് ന്യൂട്രൽ ഇട്ടിട്ട് ഇതാദ്യം ഇതിപ്പോ 4 പോലെ എടുക്കുന്നു. നമ്മളിപ്പോ 4 ഹൈ ആക്കണെങ്കിൽ ഇത് ബാക്കി തട്ടണം. അപ്പൊ 4 ലോ ഓഫ് ആയി, 4 ഹൈയിലായി. നമ്മളെപ്പോ മാറണേലും ന്യൂട്രൽ ഇടണം. പിന്നെ നമ്മൾ ഇത് തിരിച്ച് മോളി തട്ടി കഴിഞ്ഞാൽ സാധാരണ പോലെ 2 വീൽ ഡ്രൈവ് ആയി. തിരിച്ചാക്കണെങ്കിൽ ഇത് ആദ്യം തട്ടുക, അപ്പൊ 4 ഹൈ ആയി ന്യൂട്രലായിട്ട് വീണ്ടും. ഞാൻ ഒരു സംശയം കേട്ടെ, നമ്മളിപ്പോ പജേറോ പോലത്തെ 4 വീൽ ഡ്രൈവ് കാസിനെ ന്യൂട്രലാക്കിയിട്ട് തന്നെയാണോ ഇല്ല, നമുക്ക് നമ്മുടെ വണ്ടിക്ക് മാത്രം ആയിരുന്നു. അപ്പോൾ സാധാരണ ഒരു 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആക്കണം. എനിക്ക് സംശയം കൊണ്ട് നമ്മുടെ വണ്ടി പിടിച്ചിട്ടുള്ള നമ്മുടെ വണ്ടി ഇപ്പൊ ഇങ്ങനെയാണ് സംഭവം. സാധാരണ 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആക്കാണ്ട് ആവശ്യമില്ല. പക്ഷെ നമ്മള് വർക്ക്ഷോപ്പിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. പിന്നെ ഈ സ്റ്റിയറിംഗ് ഒക്കെ ഒറിജിനൽ തന്നെയാണ്, വേറെ മാറ്റിയിട്ടൊന്നുമില്ല. അത് മാറ്റിയിട്ടുണ്ട്, വേറെ ആയിരുന്നു നമ്മള് പുതിയതാക്കി. ഈ മഹേന്ദ്ര ജീപ്പിന്റെ തന്നെയാണ് ഈ സ്റ്റിയറിംഗ്. അത് നമ്മളെ കാർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ ഇതാണ്. പിന്നെ ഇവിടെ നമ്മുടെ വൈപ്പറിന്റെ സാധാ കാറിന്റെ പോലെ തന്നെ ഇൻഡിക്കേറ്ററും അത് മാത്രം നമ്മളൊന്ന് അപ്പൊ ഇവിടുത്തെ ഫോൺ ഇവിടെ ഇല്ല, അവിടെ മാത്രമേ ആ ഒരു ബസ്സിനോട് ഒരു ഇഷ്ടം കാരണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ ടൈമിൽ 1995 ഈ ഒരു മോഡൽ തന്നെയാണ് ഇത് വരുന്നുണ്ടായിരുന്നത്, ഈ വൈപ്പറിന്റെ ആ ടൈമിൽ അറിയില്ലേ? മാറി മാറി വന്നതല്ലേ എടുക്കുമ്പോ വണ്ടി സാധാരണ ഇതുപോലെ ആയിരുന്നു. അതുപോലെ ഈ ജീപ്പ് ഓപ്പൺ ജീപ്പായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ പണ്ടത്തെ ഊരിപ്പോയിരുന്നല്ലാണ്ട് വണ്ടി പോസ്റ്റ് ആണ്, അതാണ് വണ്ടിക്ക് വൃത്തി. ഇനി ഓപ്പൺ ജീപ്പ് ആക്കാനായിട്ട് ഇഷ്ടം. ഈ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, സാധാരണ ബാറ്ററിയുടെ യൂസുകൾ പോയി ബാറ്ററി കൺസെപ്റ്റും ഭയങ്കര മാറ്റി. ബാക്കി ഇതിന്റെ ഈ മേലത്തെ ഈ കമ്പ്യൂട്ടർ പഴയ തന്നെയാണോ? ഈ ബോഡിയുടെ ഒപ്പം പഴയ തന്നെ. ആ ബോഡി എന്ന് പറയുമ്പോ ഈ പാർട്സ് ഒന്നും ഉണ്ടാവില്ല, ബോഡി ഇത് മാത്രമാണ് വരാം. അപ്പൊ ഈ മെറ്റൽ പാർട്സ് ഒക്കെ ബോഡിയിൽ വെള്ളം തന്നെയാണ്. അപ്പൊ ഈ അടിഭാഗത്തിൽ പകുതി വരും, പകുതി വേറെ ജോയിൻ വെൽഡ് ചെയ്തിട്ടാണ് ഒരു മാർക്കിംഗ് കാണാൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ ലുക്ക് കണ്ട എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് മോഡിഫൈ ചെയ്യാതെ എല്ലാം ആവശ്യത്തിന് മാത്രം അങ്ങനെ മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന്? ഇഷ്ടം പോലെ കൊടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് DM-ലായാലും പുറത്തിറക്കിട്ടാലും ചോദിക്കല്ലാരും നമുക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നല്ലൊരു ലുക്ക്. അത് അകലെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര എടുത്ത് കാണിക്കും വണ്ടി. അത്രയ്ക്ക് നല്ലൊരു റോഡ് പ്രസൻസ് കാണിച്ചാലും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കും തോന്നി ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ വെച്ചാൽ ഇത്രയ്ക്ക് നല്ല രീതിയിൽ പണിതൊരു വണ്ടിയാകുമ്പോൾ ആരാണെച്ചാലും ചോദിച്ചു പോകും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജീപ്പ്. ഇതിന് ഞാൻ വിദ്യയില് ബ്രോ അവിടെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ബ്രോനെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ ജീപ്പ് അവിടേക്ക് കാർ ഷോയുടെ ടൈമിൽ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് വന്നപ്പോ അന്ന് ഞാൻ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിക്കണത് വിചാരിച്ചായിരുന്നു. അന്ന് വരുമ്പോഴൊക്കെ നമുക്ക് പവർ സ്റ്റിയറിംഗ് ഓക്കെ. ഇങ്ങനൊരു വണ്ടി മീൻസ് വണ്ടിപ്രാന്തിന്റെ വലിയ ഇത്തരത്തിലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവരോട്, ഇങ്ങനത്തെ ഒരു വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവരോട് എന്താണ് പറയാനുള്ളത്? എന്താണ് ഒരു സജഷൻസ് കൊടുക്കാനുള്ളത്? ജീപ്പ് എടുക്കാൻ ആഗ്രഹമുള്ളവര് ത്രില്ലാണ് മെയിൻ വണ്ടിക്ക്. നമുക്ക് ആ ഇത് വേണം വണ്ടിയോടെ ഒരു ഇത്. നമുക്ക് എല്ലാ വണ്ടി കാറിൽ നിന്ന് പോണ പോലെ അല്ല ഇത്. നമ്മൾ ഇതിനൊപ്പം ഇരുന്ന് പോണം, എളുപ്പമല്ല. മെയിൻ്റെനൻസ് പോണം, അങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നന്നായി മെയിൻറ്റെയിൻ ഇതിന് വേണ്ടി ഇറങ്ങാനായിട്ട് തയ്യാറുള്ളവർ മാത്രം ഈ ഒരു വണ്ടി എടുത്തത്. സാധാരണ നമ്മൾ ഒരു 2050 മോഡൽ കാർ, ഒരു സെഡാൻ കാർ എടുക്കണ പോലെ അല്ല നമ്മളൊരു 90-95 മോഡൽ ഒരു ജീപ്പ് എടുക്കുമ്പോൾ ഉള്ളത്. അതിൻ്റെതായ മെയിൻ്റെനൻസ് ഉണ്ട്. അതൊരു 29 വർഷം പ്രായമുള്ള വണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഈ വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. അതായത് കുറെ പേര് ആഗ്രഹിച്ചിരുന്നായിരിക്കും അതായത് ഒരു ജീപ്പിന്റെ ഒരു സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ബ്രോ ഒന്ന് കാല് കൊടുക്കും. എന്റെ കൈ പോണു, എന്റെ കൈ പോണു.